ഡൽഹി 10-11 ബ്ലാസ്റ്റ് അപ്ഡേറ്റ് ഫ്രം ഗ്രൗണ്ട് സീറോ. ദില്ലി സ്ഫോടനത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. രാജ്യതലസ്ഥാനത്ത് വൻ ആക്രമണത്തിന് പദ്ധതിയിട്ടെന്ന നിർണായക വിവരം പുറത്തുവരുന്നു. കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ചെങ്കോട്ട ആക്രമണത്തിന് പദ്ധതിയിട്ടു. ദീപാവലി ദിനത്തിലും സ്ഫോടനത്തിന് പദ്ധതിയിട്ടു. ഫരീദാബാദ് സംഘം പദ്ധതിയിട്ടത് വൻ ആക്രമണത്തിനെന്ന് വ്യക്തമാകുന്നു. ഡോക്ടർ മുസമ്മിലിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. ഡോക്ടർ മുസമ്മിലും ഡോക്ടർ ഉമറും ജനുവരിയിൽ ദില്ലിയിലെത്തിയെന്ന വിവരങ്ങളും ലഭിച്ചു. ഫരീദാബാദ് വൈറ്റ് കോളർ ഭീകരരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. നോബൽ മാരിക്കാരനും പിയ സുനിലും ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പിയ സുനിൽ, ഫരീദാബാദ് സംഘത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം കൂടുതൽ കേന്ദ്രീകരിക്കുകയാണ്. നിർണായകമായ തെളിവുകൾ ലഭിക്കുന്നുവെന്നാണോ മനസ്സിലാക്കേണ്ടത് സുനിൽ? അരുൺ, തീർച്ചയായും വൈറ്റ് കോളർ ടെററിന്റെ ഒരു പുതിയ രൂപമാണ് ഇപ്പോൾ ഈ ഫരീദാബാദിൽ കണ്ടത്. അതിന്റെ ഭാഗമായി തന്നെയുള്ള ഒരു സ്ഫോടനമാണ് ദില്ലിയിൽ നടന്നത് എന്ന വിലയിരുത്തലിലേക്ക് അന്വേഷണ സംഘം എത്തുകയാണ്. ഏതായാലും 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കളാണ് ഇവരിൽ നിന്ന് നേരത്തെ പിടിച്ചെടുത്തത്. 3 സംസ്ഥാനങ്ങളിൽ നിന്ന്, ജമ്മു കാശ്മീരിൽ നിന്ന്, ഫരീദാബാദിൽ നിന്ന്, ഉത്തർപ്രദേശിൽ നിന്ന്, അതുപോലെ തന്നെ ഗുജറാത്തിൽ നിന്നൊക്കെ തന്നെ പിടിച്ചെടുത്തത്. ഇതിന്റെ ഒരു ഭാഗമാണ് 350 കിലോ സ്ഫോടക വസ്തു ഹരിയാനയിലെ ഫരീദാബാദിൽ നിന്ന് 2 ദിവസം മുൻപ് പിടിച്ചെടുത്തത്. അതിന്റെ മണിക്കൂറുകൾക്ക് ശേഷമാണ് ഡൽഹിയിൽ സ്ഫോടനമുണ്ടായത്. അപ്പോൾ രാജ്യത്താകെ വലിയ സ്ഫോടന പദ്ധതികൾ ഇവർ ലക്ഷ്യമിട്ടു എന്നുള്ള സൂചനകൾ പുറത്തുവരികയാണ്. ഏതായാലും വളരെ മാരകമായ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പലയിടങ്ങളിലും ഇത്തരത്തിൽ വലിയ പദ്ധതികൾ തയ്യാറാക്കിയെന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തീർച്ചയായും ഇത് അതീവ ഗൗരവമാണ്. എങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത്? മറ്റ് പല സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാകാം എന്നൊക്കെയുള്ള പുതിയ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. നോബലിന്റെ കയ്യിലുണ്ട് കൂടുതൽ വിവരങ്ങൾ. നോബൽ, ഇപ്പോൾ ഈ ഫോൺ പരിശോധിച്ചതിൽ നിന്ന് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്ന നിഗമനങ്ങൾ എന്തൊക്കെയാണ് നോബൽ? അരുൺ, ഞെട്ടിക്കുന്ന വിശദാംശങ്ങളാണ് ഇപ്പോൾ ഈ ഭീകര ആക്രമണവുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഈ ഹരിയാനയിൽ നിന്ന് അറസ്റ്റിലായ മുസമ്മിന്റെ ഫോണിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഇവർ ദില്ലിയിൽ ഇതിനു മുൻപും കൃത്യമായി തന്നെ ഒരു ഭീകര ആക്രമണത്തിന് പദ്ധതി ഇട്ടിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിലും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദീപാവലി ദിനത്തിലും തിരക്കുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് റിപ്പബ്ലിക് ദിനത്തിലാണെങ്കിൽ ചെങ്കോട്ടയിൽ തന്നെ, ദീപാവലി ദിനത്തിൽ തിരക്കുള്ള ഇടങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള പദ്ധതികളായിരുന്നു ഉണ്ടായത് എന്ന് അറിയാൻ കഴിയുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ജനുവരിയിൽ ഇവർ പ്രധാനമായും മുസമ്മിനും അതോടൊപ്പം ഉമറും ദില്ലി സന്ദർശിച്ചിരുന്നു. ചെങ്കോട്ട അടക്കം എത്തിയിടുന്ന വിശദാംശങ്ങളും ഒപ്പം മറ്റു വിവരങ്ങളും ശേഖരിച്ചിരുന്നു എന്നടക്കമുള്ള വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഫോണിൽ നിന്ന്, അതായത് മുസമ്മിന്റെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത ഡേറ്റകൾ റിക്കവർ ചെയ്തപ്പോഴാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ലഭിച്ചത് എന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ദീപാവലി ദിനത്തിലും അതോടൊപ്പം തന്നെ റിപ്പബ്ലിക് ദിനമൊക്കെ ദില്ലിയെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. അത്ര തന്ത്രപ്രധാനമായ ദിവസങ്ങളിൽ തന്നെ സ്ഫോടനങ്ങൾ പദ്ധതിയിട്ടു എന്നടക്കമുള്ള കാര്യങ്ങളും പുറത്തേക്ക് വരുമ്പോൾ മുൻപും കൃത്യമായി തന്നെ ഭീകരാക്രമണ പദ്ധതികൾ ഇവർ ദില്ലി കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനകളൊക്കെ ഇപ്പോഴും തുടരുകയും ചെയ്യുന്നുണ്ട്. കാരണം കൂടുതൽ സ്ലീപ്പർ സെല്ലുകൾ ഇവർ കീഴിൽ ഉണ്ടായിരുന്നതാണ്. ഫരീദാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന ഈ ഒരു ഗൂഢാലോചനയിൽ മറ്റ് സ്ലീപ്പർ സെല്ലുകൾ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇതിൽ NIA അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ മനസ്സിലാക്കുന്നത്. അതിന്റെ ഭാഗമായി രഹസ്യാന്വേഷണ വിഭാഗം അതീവ ജാഗ്രതയിൽ പല ഭാഗങ്ങളിലും മറ്റ് നീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന വിവരവും ഇക്കാര്യത്തിൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതുവരെ 15 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്ന വിവരം കൂടി ഇക്കാര്യത്തിൽ പുറത്തേക്ക് വരും. നേരത്തെ 8 പേരുടെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. 3 ഡോക്ടർമാർ അടക്കം 8 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ 7 പേരുടെ കൂടി അറസ്റ്റ് വന്നു. മൊത്തം 15 പേർ അറസ്റ്റിലായി എന്നാണ് ഇപ്പോൾ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇതൊരു പേര് വിവരങ്ങളടക്കം പുറത്തേക്ക് വരുന്നുണ്ട്. ഇക്കാര്യത്തിൽ എന്തുകൂടി എടുത്തു പറയണം. കാരണം ജമ്മു കാശ്മീരിൽ 5 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരിഫ്, അതോടൊപ്പം തന്നെ യാസിർ, മസ്തൂദ്, ഒപ്പം ഇർഫാൻ, സമീർ എന്നീ 5 പേരാണ് ജമ്മു കാശ്മീരിൽ അറസ്റ്റിലായിരിക്കുന്നത്. ഫരീദാബാദിൽ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഡോക്ടർ മുസമിൻ അഹമ്മദ്, അതോടൊപ്പം ഡോക്ടർ ഷഹീൻ ഷാഹിദ് എന്നീ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഒപ്പം ഉത്തർപ്രദേശിൽ ആദിൽ റാത്തർ അറസ്റ്റിലായിട്ടുണ്ട്. അങ്ങനെ മൊത്തം 15 പേർ അറസ്റ്റിലായിട്ടുണ്ട്. ഇതിൽ കുറച്ചുപേരുടെ വിശദാംശങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ ഈ കാർ വിറ്റിരുന്ന ആ സോൺ, അതായത് റോയൽ കാർ സോണിന്റെ ഉടമ സോനു കൂടി അറസ്റ്റിലായിട്ട് അത്തരത്തിൽ 15 പേരുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. 3 പേർ കസ്റ്റഡിയിലുണ്ട് എന്ന വിശദാംശങ്ങൾ പുറത്തേക്ക് വരുന്നു. ഇന്നലെ ഫരീദാബാദ് ആശുപത്രിയിൽ നിന്ന് 6 പേരെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അത് എല്ലാവരെയും അറസ്റ്റ് രേഖപ്പെടുത്തിയ വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും കൂടുതൽ അറസ്റ്റുകൾ ഈ കേസിൽ നിർണായകമാണ്. കാരണം അവരെ ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സ്ലീപ്പർ സെല്ലുകളിലേക്ക് എത്തിപ്പെടാൻ കഴിയും എന്ന് അന്വേഷണ ഏജൻസികൾ മനസ്സിലാക്കുന്നു. നേരത്തെ PRC പറഞ്ഞതുപോലെ 2900 കിലോയാണ്, ഏറെക്കുറെ 3 ടണ്ണിന് അടുത്താണ് സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത്. സ്വാഭാവികമായി രാജ്യത്ത് വലിയ തോതിൽ തന്നെ ഒരു സ്ഫോടന പദ്ധതി ഇവർക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത്തരത്തിലുള്ള സാഹചര്യം ഒഴിവാക്കാൻ അതീവ ജാഗ്രതയിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് NIA തീരുമാനിച്ചത്. മറ്റ് ഏജൻസികളുടെ എല്ലാ സഹായവും ഇതിൽ സ്വീകരിക്കുന്നുണ്ട് എന്നുകൂടി ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അരുൺ.